കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശം. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. നഗരത്തിലും മലയോര മേഖലകളിലും ഒരുപോലെ മഴക്കെടുതി രൂക്ഷമാണ്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ നഗരപ്രദേശങ്ങളിലടക്കം വീടുകളിൽ വെള്ളം കയറി. നിർത്താതെ പെയ്യുന്ന കനത്ത മഴ കോഴിക്കോട് ജില്ലയിൽ നാശം വിതയ്ക്കുകയാണ്. പെരുവയലിൽ നൌഷാദിന്റെ വീടും നടക്കാവ് തിരുത്തിവയലിൽ അജയകുമാറിന്റെ വീടും ഭാഗികമായി തകർന്നു. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഉഗ്ര ശബ്ദം കേട്ടത്. ഞാനും എൻ്റെ വൈഫും 2 കുട്ടികളും അകത്തുണ്ടായിരുന്നത്. ഉഗ്ര ശബ്ദം കേട്ടിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് എൻ്റെ കിച്ചണും വർക്ക് ഏരിയയും എൻ്റെ ബാത്റൂമും ഒന്നായിട്ട് മറ്റുള്ള പറമ്പിലേക്ക് വീണടക്കുന്നത് കാണുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളും മറ്റൊക്കെ ഉണ്ടായി. ഇതെല്ലാം പിന്നെ അതിൻ്റെ ശേഷം ഇന്ന് രാവിലെ തുടർന്ന് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും വലിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട് ഒരു അപകട അവസ്ഥയിലാണ് ഉള്ളത്. ശക്തമായിട്ടുള്ള മഴയത്ത് സംഭവിച്ചതാണ്. പക്ഷേ ഇങ്ങോട്ടൊന്നും വെള്ളം അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല. മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ഭാഗ്യത്തിന് നമ്മൾ ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ. അത്ര പഴക്കങ്ങളൊന്നുമില്ല. 4 വർഷമായിട്ടുള്ളൂ. വീടും മതിലും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കെട്ടിയ ഒരു മതിലായിരുന്നു. വീടിൻ്റെ മറ്റൊരു ഭാഗം ഇപ്പം ഇന്ന് രാവിലെ തുടർച്ചയായിട്ട് അങ്ങോട്ട് മണ്ണടിച്ചിൽ മഴ കാരണം മറ്റുള്ള തൊട്ടടുത്തുള്ള വീടിനും ഒരു അപകടാവസ്ഥയിലുള്ളത്, ഭീഷണിയായിട്ടുള്ളത്. ഒളവണ്ണ കള്ളിക്കുന്നിൽ കിണർ ഇടിഞ്ഞ് 2 വീടുകൾ ഭീഷണിയിലാണ്. മലയോര മേഖലകളിലും നഗരപ്രദേശത്തും ഒരുപോലെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. മുക്കം, തിരുവമ്പാടി, താമരശ്ശേരി, കുറ്റ്യാടി മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പ്രധാന ജലാശയങ്ങളെല്ലാം കര കവിഞ്ഞൊഴുകുന്നു. മൊകവൂർ കുനിമേൽ താഴം പ്രദേശത്ത് 50ഓളം വീടുകളിൽ വെള്ളം കയറി. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് നഗരപ്രദേശങ്ങളിലടക്കം വീടുകളിൽ വെള്ളം കയറി. പൂനൂർ പുഴയ്ക്ക് കുറുകെ ബണ്ട് കെട്ടാത്തതാണ് ഇവിടെ ഇത്രയേറെ ദുരിതമുണ്ടാവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പരിഹാരമാണെങ്കിൽ പൂനൂർ പോയിട്ട് ഭിത്തി കെട്ടല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് പൂനൂർ പോയിട്ട് ഭിത്തി കെട്ടി ഈ പ്രദേശത്തുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് പറയാനുള്ളത്. ഇത് MLAക്ക് MPക്കൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തു കഴിഞ്ഞാണ്. 4 റിസൾട്ട് അസോസിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഈ ഭിത്തി കെട്ടി ആളുകളെ സംരക്ഷിക്കാൻ പറയാനുള്ളത്. ഷട്ടർ തുറന്നതിന്റെ പേരിൽ കക്കയം ഡാമിന്റെ ഷട്ടർ തുറന്നാണ്
അപ്പൊ ഞങ്ങളെ ഈ മുഖവൂരി ഈ ഭാഗത്ത് ഈ കുരിക്കുന്നത്താഴം തൊട്ടിട്ടുള്ള ചിറ്റടിക്കട വരെയുള്ള ആളുകൾക്ക് മൊത്തം വെള്ളത്തിലാണ്. എത്രയോ വർഷം മുമ്പേ ഞങ്ങളിങ്ങനെ പറഞ്ഞാണ് ചിറ്റടിക്കട പുഴയ്ക്ക് അവിടെ ഒരു ബണ്ട് കെട്ടാനുള്ളത്, അതും ചെയ്തില്ല. പിന്നെ അവിടെ കുരിമത്താഴം അണ്ടർപാസിന്റെ ഒരു വിഷയം. ഇപ്പൊ ആളുകളെല്ലാം ഞങ്ങളെല്ലാവരും വെള്ളത്തിന്റെ നടുവിൽ നിന്നിട്ട് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനും ഇതിലൊക്കെ എല്ലാവരും ഓടിക്കളിക്കുകയാണ്. എല്ലാ വർഷവും പണ്ട് ഷട്ടർ തുറക്കുമ്പോൾ ഞങ്ങളെ അവസ്ഥ അതാണ്. പക്ഷെ അത് ശാശ്വതമായ ഒരു പരിഹാരം ഒന്നുകിൽ ഞങ്ങൾക്ക് ഈ പുഴയ്ക്ക് ബണ്ട് കെട്ടിത്തരിക, അല്ല പിന്നെ ഒന്ന് ഞങ്ങൾക്ക് അണ്ടർപാസിന്റെ വിഷയം. ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് കുണ്ടുപറമ്പ് സ്കൂളിലായിരുന്നു. ഇപ്പൊ ഈ എത്രയോ കിലോമീറ്റർ നടന്ന് ചുറ്റളവിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് കുണ്ടുപറമ്പിലേക്ക് എത്താൻ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വല്ലാത്തൊരു ദുരവസ്ഥയിലാണ്. ഇവിടെയുള്ള വെള്ളം കയറ്റി ഇന്നലെ രാത്രി തൊട്ടിട്ട് ഞങ്ങൾ പൂച്ച മക്കളെ പെറുക്കിക്കൊണ്ടുവെക്കുന്ന മാതിരി ഇങ്ങനെ സാധനങ്ങൾ പെറുക്കി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഉറപ്പൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അത് ഈ പുഴൂർ പുഴയ്ക്ക് ചിറ്റടിക്കട പുഴയ്ക്ക് ബണ്ട് കെട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. ചിറ്റടിക്കടവ് ഭാഗത്ത് അരികു വിറ്റ് ഉയർത്തിക്കെട്ടി ഈ വെള്ളക്കെട്ടുന്ന് മുഖൂർ പ്രദേശത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം MLA ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. MLA ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ വെള്ളം നേരെ പോയിട്ട് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ 100 ചില്ലാനോളം വീടുകൾ വെള്ളത്തിലാവുകയാണ്. എല്ലാ തവണയും കുണ്ടുപറമ്പ് സ്കൂളിൽ ക്യാമ്പ് വെച്ചിട്ടാണ് ആളുകളെ പാർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്നലെ രാത്രി മുതൽ ആളുകൾ വളരെ ദുരിതത്തിലാണ്. സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനും പിന്നെ ആളുകൾ മാറ്റി താമസിപ്പിക്കാനും എല്ലാ കാര്യത്തിലും ആളുകൾ ഇവിടെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കക്കോടി, കണ്ണാടിക്കൽ, ചെലവൂർ, പെരുവയൽ, വെള്ളിമാടുകുന്ന് പ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വീടുകളിൽ വെള്ളം കയറിയതിനാൽ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കക്കോടിയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. അഗ്നിരക്ഷാസേന റബ്ബർ ബോട്ടുകൾ ഉപയോഗിച്ചാണ് രോഗികളെ അടക്കം വീടുകളിൽ നിന്ന് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ACB ന്യൂസ് കോഴിക്കോട്.